സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാഷാ അല്ലാഹ്, നമ്മുടെ ഈ വയനാട്ടിലെ ഫലക്ക് ക്ലാസ്സിന് ഒരു പ്രത്യേകത കാണാൻ കഴിയും. എന്താണ്? ഒരുപാട് ആളുകൾ മസ്ജിദിൽ ഇരുന്നു കൊണ്ടാണ് ഈ സംസാരം ശ്രദ്ധിക്കുന്നത്. 2-3 കാര്യങ്ങൾ ആ കൂട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒന്ന്, തിർമിദിയിലെ 586-ാമത്തെ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയ മൻ സല്ലൽ അസ്ബഹ അൽ ഗദാത ഫീ ജമാഅത്തി, സുബ്ഹി ജമാഅത്തായി നിസ്കരിച്ച് സുമ്മ ഖഅദ യദ്കുറുല്ലാഹ തആല ഹത്താ തത്ലു അശംസ്, സൂര്യൻ ഉദിക്കുന്നത് വരെ അവിടെ അള്ളാഹുവിനെ ഓർമ്മിച്ചുകൊണ്ടിരുന്നു എങ്കിൽ നിറഞ്ഞ പൂർണ്ണമായ ഒരു ഹജ്ജിന്റെയും ഒരു ഉംറയുടെയും കൂലി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കുന്നു. രണ്ടാമത്, തബറാനിയിലെ 7473-ാമത്തെ ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയത്, ഒരാൾ മസ്ജിദിൽ പോയി എന്തിനു വേണ്ടിയിട്ട്? പഠിക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി. എങ്കിൽ അജ്രി ഹജ്ജത്തിൻ താമ താമ താമ, പൂർണ്ണമായ നിറഞ്ഞ തികഞ്ഞ ഒരു ഹജ്ജിന്റെ കൂലി. അപ്പോ 2 ഹജ്ജിന്റെ കൂലി ഒരേ ദിവസം 10 മിനിറ്റ് കൊണ്ട് ലഭിക്കുന്ന ഒരു അത്ഭുതകരമായ കൂലി സമ്പ്രദായം. അപ്പോൾ എല്ലാ സഹോദരീ സഹോദരന്മാരും കഴിയുന്നത് പോലെ ഇത്തരം സദസ്സുകളിൽ മസ്ജിദിൽ ഇരുന്നാൽ ഈ പ്രതിഫലമെല്ലാം നമുക്ക് കൂടുതലായി ലഭിക്കും. എന്നാൽ കാരണങ്ങൾ കൊണ്ട് മസ്ജിദിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകൾക്ക്, സാധാരണ മസ്ജിദിൽ ഇരിക്കാറുള്ള ആളുകൾക്ക് അതിന്റെ പ്രതിഫലം ആ രീതിയിലും ലഭിക്കും. ഏതായാലും ഒരു സീരിയസ് ആയിട്ട് ഇത് കൊണ്ടു നടക്കുന്ന ധാരാളം ആളുകളുണ്ട്, കമ്മിറ്റിക്കാർ. അള്ളാഹുവേ, അവരെ നീ അനുഗ്രഹിക്കണേ. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇതുപോലെയുള്ള ഫലക്ക് ക്ലാസുകൾ നടന്നാൽ അതനുസരിച്ച് നമുക്ക് വ്യക്തമായ പ്രതിഫലം ലഭിക്കും. ആരൊക്കെ ഇത് കാണുന്നുവോ, ആരൊക്കെ കേൾക്കുന്നുവോ, ആരൊക്കെ അറിയുന്നുവോ, അവർക്കെല്ലാം അതിന്റെ പ്രതിഫലം ലഭിക്കും. അല്ലാഹുവേ, അനുഗ്രഹിക്കണം. ഇന്ന് ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? എന്താ ജൂലൈ 25. ജൂലൈ 25ന്റെ പ്രത്യേകത എന്താണ്? ജൂലൈ 25ന്റെ പ്രത്യേകത മുങ്ങിമരണത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്താൻ തീരുമാനിച്ച ദിവസമാണ്. അല്ലാഹു അക്ബർ. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഈ വിഷയത്തിൽ നമുക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണെന്ന് ദിവസത്തിന്റെ പ്രത്യേകത? മുങ്ങിമരണം സംബന്ധിച്ച് ലോകത്തെ ജനങ്ങൾക്കെല്ലാവർക്കും മാർഗനിർദ്ദേശം നൽകുന്ന ദിവസമാണ്. അപ്പൊ നമുക്കും ഈ ദിവസത്തിൽ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു വിഷയം നമുക്കെല്ലാവർക്കും അറിയാം. അതെന്താണ്? ശുഹദാ ഉമ്മത്തി, എന്റെ സമുദായത്തിലെ ശുഹദാ, സിവ ഷഹീദ് ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലെ ഷഹീദിന് പുറമെ ചില ഷഹീദുകളുണ്ട്. അതിൽ ഒന്നാണ് അൽ ഗരീഖ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസ്, ബൈനമാ റജുലൻ യംശി ബിത്വരീഖിൻ, ഒരു വഴിയിലൂടെ ഒരാൾ നടന്നു പോവുകയാണ്. വജദ ഗുസ്ന സൗഖിൻ അല ത്വരീഖ്, വഴിയിലൊരു മുള്ള് കണ്ടു, മരത്തിന്റെ ചില്ലയുടെ ഒരു മുള്ള് കണ്ടു. ഫഅഖറഹു, അത് അദ്ദേഹം അങ്ങ് മാറ്റി. ഫശകറല്ലാഹു ലഹു, അല്ലാഹു അദ്ദേഹത്തിന് നന്ദി കാണിച്ചു ആ ചെയ്ത പ്രവൃത്തിക്ക്. എന്നിട്ടോ ഫഗഫറ ലഹു, അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. മാഷാ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പുറത്തു തരണേ. ഒരുപാട് മുള്ളുകൾ നമ്മൾ വഴിയിൽ കാണാറുണ്ട്, ഒരുപാട് ഉപദ്രവങ്ങൾ കാണാറുണ്ട്. നോക്കിയിട്ട് അതങ്ങ് പോകും. ചിലരത് സീരിയസ് ആയിട്ട് എടുത്ത് കളയും. ഇമാത്തത്തുല്ലതാനിത്വരീക്ക് ഈമാന്റെ ഭാഗമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കുറെ ശാഖകളുണ്ട്. ഈമാനിന് കുറേയേറെ വകുപ്പുകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണെന്ത്? ഇമാത്തത്തുൽ അദാനിത്വരീക്ക്, വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കുക എന്നുള്ളത്. അത് സദഖയാണ്. കോടിക്കണക്കിന്, ലക്ഷക്കണക്കിന്, പതിനായിരക്കണക്കിന്, ആയിരക്കണക്കിന്, നൂറുകണക്കിന് ഉറുപ്പിക സദഖ ചെയ്യുന്നത് പോലെയാണ്. പുഞ്ചിരി അതിൽപ്പെട്ടതാണ്, സദഖയാണ്. അല്ലാഹു അക്ബർ. ആരെ കാണുമ്പോഴൊന്ന് ചിരിച്ചു കൊടുക്കുകയല്ലോ, ചിരിച്ചു കൊടുക്കുകയല്ല, ചിരിച്ചു വാങ്ങുകയാണ്. നമ്മൾ ചിരിക്കുമ്പോൾ ചിരിച്ചിങ്ങോട്ട് വാങ്ങുകയാണ്. അപ്പൊ അവരും ചിരിക്കും. എത്രയെത്ര ആൾക്കാരെ ബസ്സില്, ട്രെയിനില്,
ഫ്ലൈറ്റില് യാത്രക്കിടയിൽ മസ്ജിദിലൊക്കെ കാണുന്നില്ല. ആരെ കാണുമ്പോഴും ചിരിക്കുക, ഒന്ന് സലാം പറയാ, ഒന്ന് കൈ കൊടുക്കുക, അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. പിന്നെ ആ കൂട്ടത്തില് ദഅവത്തും ചെയ്യാം. ഇന്നലെ ഷീല എന്ന സഹോദരി വന്നിരുന്നു. അവരുടെ മകള് ഇസ്ലാമായിട്ടുണ്ട്, നിക്കാഹ് ചെയ്യാൻ വേണ്ടി വന്നു. അവരോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും ഇസ്ലാമിന്റെ തൗഹീദിന്റെ മഹിമ, ഇസ്ലാമിന്റെ ആശയത്തിന്റെ മഹിമ. അൽഹംദുലില്ലാ, അല്ലാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. അപ്പൊ ആമീൻ. ഇതുപോലെ ഈ മനുഷ്യന് അള്ളാഹു മാപ്പ് നൽകി. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, ഈ സംഭവം പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അശ്ശുഹദാഉ ഖംസത്തുൻ, ഷഹീദുമാര് 5 എണ്ണമാണ്. ഷഹീദുമാര് 5 എണ്ണമാണ്. ബുഖാരിയിലെ 652 ഹദീസ്. അതിൽ ഒന്ന് അൽ ഗരീഖു, മുങ്ങി മരിച്ചവനാണ്. വയനാടിലാണ് ഈ നിങ്ങളെല്ലാവരും ഇരിക്കുന്നത്, ഒരുപാട് ആൾക്കാർ. വയനാട് പ്രദേശം മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മുങ്ങി മരണങ്ങൾ ധാരാളമായി നടക്കുന്നു. അള്ളാഹുവേ എല്ലാവർക്കും നീ തക്ക പ്രതിഫലം നൽകണേ. എല്ലാവരെയും അപകട മരണങ്ങളിൽ അള്ളാഹുവെ രക്ഷിക്കണേ. അപ്പൊ ഇത്തരം മുങ്ങി മരണങ്ങൾ നടക്കുമ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, മരണത്തിലേക്ക് നമ്മൾ പോയതാണോ, വെറുതെ ഒരു ടൂറ്, അനങ്ങിയ ടൂറ്, അതും വയനാട്ടിലേക്ക്. സ്വന്തം നാട്ടിലൊരു ക്ലാസ് നടത്താനോ സംഘടിപ്പിക്കാനോ ഇരിക്കാനോ കുടുംബക്കാരെ കാണാനോ സുന്നത്തുകൾ നിസ്കരിക്കാനോ സമയമില്ലെന്ന് പറയുന്നവരും ഈ ടൂറിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നിട്ട് പോയിട്ട് മരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. മിനിഞ്ഞാന്ന് നജാത്തിൽ നിന്ന് ഒരു യാത്ര പോകുമ്പോൾ അവിടെ കൂടിയ വിദ്യാർത്ഥിനികളോട് പറഞ്ഞു, അപകട മരണങ്ങൾ ധാരാളം നടക്കുന്ന സന്ദർഭമാണ് യാത്രകൾ. അതുകൊണ്ട് നല്ല തഖ്വയോടുകൂടി ഈമാനോടുകൂടി ഇരിക്കണേ, നടക്കണേ, എല്ലാ ദുആകളുമൊക്കെ നിർവഹിക്കണേ എന്ന്. അപ്പൊ നമ്മൾ ആത്മഹത്യ ചെയ്യുന്ന പോലെ ഇവിടെ ഒരു യാത്രയാകരുത്. രണ്ടാമത്, ആത്മഹത്യ ചെയ്യുന്ന ധാരാളം ആൾക്കാർ പുഴയിൽ ചാടി മരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ട്. അവർക്കൊന്നും ഈ പ്രതിഫലം കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ, ഇല്ല. അതുകൊണ്ട് അങ്ങനെ. ഇനി നമ്മൾ സാധാരണഗതിയിൽ ജീവിക്കുന്നു, അപ്പോൾ ഉരുൾപൊട്ടുന്നു. ഇവിടെയുള്ള എല്ലാ പേരുകളൊന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാത്തരം അപകട മരണങ്ങളും നമ്മളെ വയനാട്ടിലുണ്ടായി. ഒരുപാട് ആൾക്കാർ മരിച്ചു. അതിൽ ഈമാനുള്ള, തൗഹീദുള്ള, അള്ളാഹുവെ കാക്കണേ എന്ന് ഇസ്തിഗാസ ചെയ്യുന്ന, മൊഹീദ്ദീൻ ശൈഖിനെ കാക്കണേ എന്ന് ഇസ്തിഗാസ ചെയ്യാത്ത എല്ലാ ആളുകൾക്കും അതിന്റെ പ്രതിഫലം ലഭിക്കും. ഷഹീദിന്റെ കൂലി എന്ന് പറയുമ്പോൾ ബാക്കി നിയമങ്ങളൊന്നും ബാധകമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അഥവാ കുളിപ്പിക്കണം, നിസ്കരിക്കണം, കഫൻ ചെയ്യണമൊക്കെ വേണം. പക്ഷെ ഷഹീദിന്റെ കൂലി കിട്ടും, മാഷാ അല്ലാഹ്. അപ്പൊ അത് മുങ്ങി മരിച്ചാൽ മാത്രമല്ല, പ്ലേഗ്, പകർച്ചവ്യാധികള്, കെട്ടിടം വീണ് മരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ കൂലിയുണ്ട്. അപ്പൊ നമുക്ക് ഈ ബോധവൽക്കരണം നടത്തണം കേട്ടോ. എവിടെയെങ്കിലൊക്കെ പോയിട്ട് എവിടെയെങ്കിലും ചാടരുത്, അറിയാതെ, വെള്ളത്തിന്റെ ആഴമറിയാതെ ചാടരുത്. അങ്ങനെ പ്രിക്വേഷൻസ് ഒക്കെ എടുക്കണം, പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ നടത്തണം, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് എല്ലാം പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് നമ്മളെയും എല്ലാവരെയും അല്ലാഹു അതിൽ നിന്ന് രക്ഷിക്കുമാറാകട്ടെ. പടച്ചവനെ, നല്ല ഒരു ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ. സത്യം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ അല്ലാഹുവേ തൗഫീഖ് നൽകണേ. രോഗികൾക്കെല്ലാം അല്ലാഹുവേ ശിഫ നൽകണേ. മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്നത വ നഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്നത വ നഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്നത വ നഊദു ബിക മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ ഖാതമിൽ അംബിയാഇൽ മുർസലീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.